ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ട് സന്ദർശിച്ചതിന് ശേഷം ഇതിനടുത്ത് തന്നെയുള്ള ലുംബിനി പാർക്കിലേക്കുള്ള യാത്രയിലാണ്. അത് ഹുസൈൻ സാഗറിന്റെ തീരത്ത് മനോഹരമായി നിർമ്മിച്ച ഒരു ഉദ്യാനമാണ്. ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിരിക്കും. ഹൈദരാബാദ് നഗരം രാത്രിയിലെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങും വർണ്ണശബളമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും. ആ കാണുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. ഈ ഹൈദരാബാദിലെ ഒരു മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഈ സെക്രട്ടേറിയറ്റ്. നഗരത്തിന്റെ മധ്യഭാഗത്തായി ലുംബിനി പാർക്കിന് അടുത്തായിട്ടാണ് അത് തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത്. ഇത് മനോഹരമായ കാഴ്ച തന്നെയാണ്, പ്രത്യേകിച്ച് രാത്രി കാണുമ്പോൾ. ചുറ്റും വൈദ്യുത വിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ട ഒരു മനോഹരമായ സൗധം എന്ന് തന്നെ പറയാം. നഗരം വളരെയധികം ആസൂത്രിതമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പഴയ ചരിത്ര പ്രാധാന്യം നിറഞ്ഞ അല്ലെങ്കിൽ ചരിത്രകാലം തൊട്ട് തന്നെ ഹൈദരാബാദ് പ്രശസ്തിയാർജിച്ച ഒരു നഗരമാണ്. ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്. ഇതിന് 4 ഭാഗവും നഗരത്തിന് ചുറ്റും, ആ റോഡിന് ചുറ്റും പോകുന്ന വാഹനങ്ങളും കെട്ടിടങ്ങളും എല്ലാം കാണാം. ഒരു ഗ്ലാസ് നിർമ്മിതിയാണെന്ന് തോന്നുന്നു. അപ്പൊ അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഹൈദരാബാദ് നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും ആ കാഴ്ച കാണാം. അപ്പൊ അതിന് താഴത്ത് ഈ റോഡ് അങ്ങ് മുറിച്ച് കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് എത്തേണ്ടതുണ്ട്. അപ്പൊ എങ്ങും സഞ്ചാരികളുടേതായ ആ ഒരു തിരക്കാണ്, തിക്കും തിരക്കാണ്. കൂടെ വന്നവർക്ക് പലർക്കും യാത്രാക്ഷീണം കൊണ്ടും ഇന്നത്തെ അധ്വാനം കൊണ്ടൊക്കെ ആയിരിക്കാം വളരെയധികം അവശരായിരിക്കുന്നു അവര്. എങ്കിലും ഈ സ്ഥലം ഒന്ന് കാണാം എന്ന് വിചാരിച്ച് അവരും കൂടെ വന്നിരിക്കുകയാണ്. ഇതാണ് ലുംബിനി പാർക്കിലേക്കുള്ള പ്രവേശനം കവാടം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് എല്ലാം എടുക്കണം. 25 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അതിനുശേഷം നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്നത് ഇങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. രാത്രിക്കാണ് ലുംബിനി പാർക്ക് കാണാൻ ഏറ്റവും മനോഹരം. ഹുസൈൻ സാഗറിന്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നത്. ഹുസൈൻ സാഗറിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് ഞാൻ 2020 ഇവിടെ സന്ദർശിക്കുമ്പോൾ ഇതെല്ലാം ഈ സാഗർ അല്ലെങ്കിൽ ഈ കായല് അല്ലെങ്കിൽ തടാകം തന്നെ പറയാം, ഇത് വളരെയധികം പായലൊക്കെ പിടിച്ച ആകെ വൃത്തിഹീനമായിരുന്നു. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ബുദ്ധന്റെ പ്രതിമയുണ്ട്. അവിടേക്കാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. അപ്പൊ ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്, ഹുസൈൻ നിർമ്മിച്ചതാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടെ വന്നവരിൽ പലർക്കും തീരെ സുഖമില്ല. അങ്ങനെ പെട്ടെന്ന് കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ആ ഭാഗത്തെ കാഴ്ചകളൊന്നും എനിക്ക് പകർത്താനായില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പോൾ മടങ്ങുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയാണിത്. പോകുന്നതും ഉള്ളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും വേറെ വഴിക്കാണ്. ഈ സമയത്ത് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുതലാണ്. അപ്പോൾ ലുംബിനി പാർക്ക് സന്ദർശിക്കുകയാണെങ്കിൽ വൈകിട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. അതൊരു പ്രത്യേകതരം അനുഭവം തന്നെയാണ്. റൂമിലേക്ക് എത്തി, ഇടയ്ക്ക് വെച്ച് ഭക്ഷണം കഴിച്ചു. ഈ AC റിമോട്ടില്ല. അപ്പൊ ഇതിൽ ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഈ ബട്ടൺ ഇത് ഓണാക്കണം. ഇത് ഓണാക്കാതെ ഇരുന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം. യാത്രാക്ഷീണവും മറ്റും കാരണങ്ങൾ കൊണ്ട് ഇന്നലെ കിടന്ന് ഉറങ്ങിയത് അറിഞ്ഞില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇനി ഹൈദരാബാദിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ടത് എന്ന്
വിശേഷിപ്പിക്കാവുന്ന റാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള യാത്രയിലാണ്. കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ റാമോജി ഫിലിം സിറ്റി കാണുക എന്നുള്ളത്. പലപ്പോഴും ഫിലിമിനെ കുറിച്ചും അതുപോലെ ജേർണലിസത്തിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഈ റാമോജി ഫിലിം സിറ്റി എന്തെങ്കിലും ഒരിക്കലും പോയി കാണണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നെങ്കിലും അത് ഇതുവരെ സാധിച്ചിരുന്നില്ല. അത് ഇന്ന് സാധിക്കാൻ പോവുകയാണ്. റാമോജി ഫിലിം സിറ്റിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. എല്ലാവർക്കും നന്ദി.